ഇനി വഴിക്കടവിലേക്ക് അവിടെ പോളിംഗ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചോ എന്നുള്ള രീതിയിൽ ചില സൂചനകൾ വരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വഴിക്കടവിൽ നിന്ന് തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണ് വിവരങ്ങൾ? ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് AUP സ്കൂളാണ്. AUP സ്കൂളിൽ 35-ാം നമ്പർ ബൂത്താണിത്. ഈ ബൂത്തിലാണിപ്പോൾ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയിരിക്കുന്നത്. മോക്ക് പോളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് പോളിംഗ് ആരംഭിക്കാൻ വേണ്ടി ഇത് സീൽ ചെയ്ത ശേഷം പോളിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ ഡേറ്റും ടൈമും കാണിക്കുന്നില്ല. അതാണ് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോളിംഗ് ആരംഭിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമുണ്ട്. രാവിലെ മുതൽ തന്നെ തൊഴിലിനൊക്കെ പോകാം എന്ന് കരുതി എത്തിയ ആളുകളുണ്ട്. വോട്ടർമാരുടെ നിര തന്നെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ബുദ്ധിമുട്ടുണ്ട്. രാവിലെ തന്നെ മെഷീൻ കിടന്ന് ജോലിക്ക് കൊണ്ട ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിലാണ്. കുറവ് പണിക്ക് കൊണ്ട ആൾക്കാർ, പല സ്ഥലത്തുനിന്നും വന്ന ആൾക്കാർ, ദൂരപ്രദേശത്ത് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രശ്നം തന്നെ ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നേരത്തെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത്? അതെ, ഇത് കയ്യിൽ വേണം പണിക്കിറങ്ങാൻ. അതെ. എവിടുന്നാ വരുന്നത്? ഇവിടെ വോട്ട് ചെയ്യാൻ കംപ്ലൈൻ്റ് ആണെന്നല്ലേ പറയുന്നത്. എന്തായാലും ഈ ആളുകളൊക്കെ ഇവരൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് വന്ന ആളുകളാണ്. ഏറ്റവും നേരത്തെ എത്തിയ ആളുകളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഒരു പ്രതികരണം എടുത്താണ്. ഏറ്റവും ആദ്യം വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെത്തിയതാണ്. അതെ, ഓലെ ഉത്തരവാദിത്വം വളരെ മോശമാണ് ഉദ്യോഗസ്ഥന്മാരെ. അല്ലപ്പോൾ ഇതിങ്ങനെ ആവില്ലല്ലോ. ഇതിപ്പോൾ ഈ നേരത്താണ് ഓലിപ്പോൾ നോക്കിയത്. ഇത് ആദ്യം നോക്കി വെക്കേണ്ടത്. ഇത് ഞങ്ങളെ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ടാണ്. കുടുങ്ങിയ സംശയമില്ല. ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നിരുന്ന ആളുകളാണ്. അവരൊക്കെ ഇപ്പോൾ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. മോക്ക് പോളിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ പോളിംഗ് തുടങ്ങിയപ്പോഴാണ് ഡേറ്റും ടൈമും കാണിക്കുന്നില്ല. ഇനി സാങ്കേതിക പ്രവർത്തകർ എത്തിയ ശേഷം വേണം അത് ശരിയാക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ഈ ചേട്ടനൊക്കെ വോട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ കുടുങ്ങിപ്പോയില്ലേ? സാർ, തീർച്ചയായിട്ടും. കാരണം രാവിലെ 7 മണിക്ക് വോട്ട് ചെയ്ത് നമുക്ക് ഓരോ പരിപാടികൾ എല്ലാവരും ഓരോ ടൈം ടേബിൾ കണക്കാക്കിയല്ലേ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് മണിമൂളിൽ നിന്ന് വരികയാണ് ടെക്നീഷ്യൻ, പിന്നെ പറഞ്ഞ് ഇടയ്ക്കരുന്ന് വരികയാണ്, ഇപ്പോൾ പറയുന്നവർ മരുതെന്നാണ് വരുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ നിലമ്പൂരിൽ നിന്ന് പറയാൻ മതിയിരുന്നു. കാരണം കുടുങ്ങിപ്പോയി. ഇതാ ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് പിന്നെ എക്സാം എന്താണ്, മഞ്ചേരി എത്തണം. വോട്ട് ചെയ്യാൻ വേണ്ടി എന്താണോ ബൈ ദ റോഡ് 5:30 ബാംഗ്ലൂർ നോർമലി പോകുന്നത് ഇവിടെ നിന്ന്. ഇത് കാരണം ഇപ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആവും. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എത്തിയതാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടിയിട്ട് നോർമലി നേരത്തെ എത്തിയതാണ്. പക്ഷേ ഇത് കാരണം നമ്മൾ കുറച്ചും ഡിലേ ആക്കി. ഇതും കൂടെ ആകുമ്പോൾ ഇനി കുറച്ചും കൂടെ ഡിലേ ആവും. യാത്രയ്ക്ക് തടസ്സം ആവൂല്ലേ? അത് ശരി. എന്തായാലും ഇതാണ് അവസ്ഥ. ഇവിടെ സ്ത്രീകളുടെ നിര കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ക്യൂവിലിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇത് ശരിയായിട്ടില്ല, യന്ത്രം ശരിയായിട്ടില്ല. ഇനി സാങ്കേതിക വിദഗ്ധർ എത്തിയ ശേഷം വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ. അതിനുശേഷം വേണം പോളിംഗ് ആരംഭിക്കാൻ. അതാണ് അവസ്ഥ. എന്തായാലും ഇവിടെ ഈ AUP സ്കൂൾ എന്ന് പറയുന്നിടത്ത് 4 ബൂത്തുകളുണ്ട്. മൊത്തം 35-34 ബൂത്തുകളുണ്ട്. എന്താണ്, നിങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധി അല്ലേ? കൊണ്ടുവരണം. അടുത്ത മെഷീൻ വന്നിട്ട് പണിയാണോ നോക്കണം. അവർ അടുത്ത മെഷീൻ എടുക്കാൻ പോയി. സമയം 1/2 മണിക്കൂർ എന്തായാലും കഴിയും. ഇനി മോക്ക് പോൾ ചെയ്യണം. മോക്ക് പോൾ ചെയ്തതിന് ശേഷം അല്ലേ തുടങ്ങാൻ പറ്റും. പെട്ടി സീൽ ചെയ്തതിന് ശേഷം തുടങ്ങാൻ പറ്റുള്ളൂ. ഈ ആളുകൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പുറത്തോട്ട് വിളിച്ചു പറയാൻ പോലും സൗകര്യമില്ല. കാരണം എന്താ പറയുക, ഞങ്ങളുടെ ഫോൺമാരെ പിടിച്ച് വെച്ചേക്കല്ലേ. ആൾക്കാരുടെ വരണ്ടെന്ന് പറയാൻ പോലും ഞങ്ങളുടെ സൗകര്യമില്ല. ഞങ്ങൾ ഭാഗത്ത് നിന്ന് അതും കൂടി പിടിക്കും. ഇപ്പോൾ മിഷൻ വരുന്നുണ്ട്. ഇതാ മിഷൻ പോകുന്നു. എന്തായാലും ഇവരൊക്കെ കുടുങ്ങിപ്പോയൊരവസ്ഥയാണുള്ളത്. കാരണം ഇത്രയും നീണ്ട നിര ഉണ്ടായിരിക്കുന്നു. ഇവരൊക്കെ കാത്തു നിൽക്കുന്നു. വേറെ മെഷീൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി മോക്ക് പോൾ നടത്തണം. മോക്ക് പോൾ നടത്തിയ ശേഷം ഏതാണ്ട് 1/2 മണിക്കൂറിനകം ഈ സമയം എടുക്കുമെന്നുള്ളതാണ് പറയുന്നത്. വഴിക്കടവിൽ AUP സ്കൂളിലാണ് ഈ ഒരു അവസ്ഥ. വഴിക്കടവ് പഞ്ചായത്തിലെ AUP സ്കൂൾ 35-ാം നമ്പർ ബൂത്തിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. രാവിലെ 5:30 തന്നെ മോക്ക് പോൾ തുടങ്ങിയതാണ്. ആ മോക്ക് പോൾ തുടങ്ങിയ ഘട്ടത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത ശേഷം ഇന്ന് രാവിലെ വോട്ടിംഗ് ആരംഭിച്ചു. ആ വോട്ടിംഗ് ആരംഭിച്ച ഘട്ടത്തിലാണ് അതിൽ ഡേറ്റും ടൈമും കാണിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വൈകുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം സാമാന്യം നീണ്ട നിര തന്നെ ആളുകളുടെ ഉണ്ട്. അവരെല്ലാം തന്നെ തൃശങ്കൂലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ രാവിലെ തന്നെ ഉള്ളത്. നേരത്തെ ജോലിക്കും അതോടൊപ്പം തന്നെ പരീക്ഷയൊക്കെയുള്ള ആളുകളുണ്ട്. ബാംഗ്ലൂരിലേക്ക് പോകാൻ ഒരു യുവാവ് അവിടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ നേരത്തെ വോട്ട് ചെയ്ത് പോകാം എന്ന് കരുതി വന്നതാണ്. പക്ഷേ കഴിയാത്തൊരു സാഹചര്യമാണ് SKN നിലവിലുള്ളത്. കാരണം ഇവിടെ വൈകുന്നേരത്താണ് വഴിക്കടവിൽ വിവരങ്ങൾ നൽകിയത്. അവിടെ പോളിംഗ് മെഷീൻ പണിമുടക്കി. എന്നാൽ പുതിയ മെഷീൻ എത്തി അല്പസമയത്തിനകം അവിടെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, നിലമ്പൂരിൽ വോട്ട് എടുപ്പ് പുരോഗമിക്കുകയാണ്.